ഹരിദാസ് സുമതി ചെറുക്കൻ എവിടെയാണോ അവൻ? മുത്തശ്ശ, നിങ്ങളൊക്കെ ലൈഫാ ലൈഫ്. ഇതൊക്കെ വെറും പാഴ് ജന്മ. 30 വയസ്സായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എന്നാലും ഇതിലെങ്ങനെ സാധിച്ചെടുത്ത്? നാട്ടിലും വീട്ടിലും 9 പൊണ്ടാട്ടിമാർ, അല്ലാതെ വേറെയും സെറ്റപ്പ്. എന്തായാലും അറിഞ്ഞിട്ട പേര് തന്നെ, ലിംഗനാഥൻ. ഇങ്ങരുതോടെ പോയി തീപ്പെട്ടി ഉണ്ടോടാ മക്കളെ? എന്താടാ മുത്തശ്ശൻ എവിടെ? ആ കസേരയില്. ഏത്? നിന്റെ 10 കൊല്ലം മുമ്പ് ചത്തുപോയ ആ മുത്തശ്ശനോ? ആ എടാ സാധനം. എടാ സത്യടാ പറഞ്ഞിരുന്നോണം. എടാ പോലെ പാട്ടി. എന്റെ ചോരയിൽ പറന്നവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. അപ്പൊ പിന്നെ നാട്ടിലെ ഭൂരിഭാഗം പേർക്ക് നിങ്ങളെ കാണാൻ പറ്റുമല്ലേ? നോട്ടി ബോയ്, നീയും എന്നെ പോലൊരു മിടുക്കൻ തന്നെ. ഞാൻ നിങ്ങളെപ്പോലെ ഒന്നുമല്ല. എനിക്കിതുവരെ ഒന്നും നടന്നിട്ടുമില്ല. ഒരു ഗേൾ ഫ്രണ്ട് അതും ഇല്ല. നിങ്ങളുടെ കാലത്തെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. കൊച്ചുമോനെ പറ, എന്താ നിന്റെ പ്രശ്നം? മുത്തച്ഛന് പരിഹരിക്കാൻ പറ്റുന്നതാണെന്ന് നോക്കട്ടെ. ഇപ്പം എൻ്റെ പ്രശ്നം നിങ്ങളാ. ഒന്ന് പോയി തരുമോ? അത് ശരി. എന്റെ പടവും വെച്ച് ദിവസവും രാവിലെ ഓരോ പരാതിയും പറഞ്ഞ് അത് പരിഹരിക്കാൻ ഞാൻ നേരിട്ട് വന്നപ്പോൾ ഇപ്പൊ ഞാനായോ നിന്റെ പ്രശ്നം? കൊച്ചുമോനെ പറയടാ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരുന്നത് എന്ത് പാടാണെന്നറിയാമോ എന്റെ കൊച്ചുമോന്? വിഷമിക്കല്ലേ. എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു. അങ്ങനെ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരാൻ പറ്റത്തില്ല. ഏതെങ്കിലും 2 ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാം. അങ്ങനെയാണെങ്കിലേ എനിക്കൊരു പെണ്ണോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാനുണ്ട്. പക്ഷെ ഇതൊരു ധൈര്യം കിട്ടിയിട്ടില്ല. സാധിച്ചു. അയ്യേ, ഇതൊക്കെയാണോ ഒരാഗ്രഹം? മുത്തശ്ശന്റെ വില കളയാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ, അത് പറ. ഒരു ആക്രാന്തക്കാരൻ. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ കൊച്ചുമോനെ. നിങ്ങളെ കൊണ്ട് പറ്റൂല, അതന്നെയല്ലേ പ്രശ്നം. ഇനി ക്ഷമയില്ലാത്തൊരു ചെറുക്കൻ. ശരി, മുത്തശ്ശൻ ഒരു കാര്യം ചെയ്യാം. മുത്തശ്ശൻ അങ്ങ് മാറി നിൽക്കാം. മോൻ കണ്ണടച്ചിരുന്നാൽ മോന്റെ ആളിവിടെ വരും. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുറന്ന് പറഞ്ഞേക്കണം. പിന്നെ സമയം കിട്ടിയില്ല, പറയാൻ പറ്റിയില്ല എന്നൊന്നും പറഞ്ഞേക്കണം. മുത്തശ്ശൻ പോയേക്കുവാണേ, കണ്ണടച്ചിരുന്നോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുത്തശ്ശന്ന് നീട്ടി വിളിച്ചാ മതി. മുത്തശ്ശ, ഞാനിവിടെ നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ? പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് നിന്നോട് ഇതുവരെ തോന്നിയിട്ടില്ല. നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണണം. ആ പിന്നെ വരുന്ന മാസം എന്റെ എൻഗേജ്മെന്റാ, നീ വരണോ?
ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ മോനെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. അവളുടെ കല്യാണം ഉറപ്പിച്ചതാടാ. മോനെ നിർമ്മല, നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ലടാ, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ. ഇത് മുത്തച്ഛന്റെ അനുഭവത്തിൽ നിന്ന് പറയുക. അതിനി അന്നാണെങ്കിലും ഇന്നാണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അതാരാ? അങ്ങനെ ഒരാളുണ്ട്. പക്ഷേ അതാരാണെന്ന് പറഞ്ഞു തന്നാൽ മോന്റെ രണ്ടാമത്തെ ആഗ്രഹം തീർന്ന പോലെ ആകും. അങ്ങനെയാണെങ്കിലേ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എൻ്റെ കൂടെ കിടക്ക പങ്കിടാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ മേൽ അതിഭയങ്കരമായി കാമവെറിയുള്ള ഒരാളുണ്ടാവല്ലോ, അയാൾ എൻ്റെ റൂമിൽ വരണം. 1 മണിക്കൂർ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. കൊച്ചുമോനെ, ഞാനൊരു മുത്തച്ഛനാണ്, മാമനല്ല, മറക്കരുത് നീ. എനിക്കിനിയൊന്നും നോക്കാനില്ല. വർഷങ്ങളായി സ്നേഹിച്ച പെണ്ണോ പോയി. ഇതെങ്കിലും നടക്കട്ടെ. നടത്തി തരാൻ പറ്റുമോ? പറ്റും മോനെ, പറ്റും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോടാ കൊച്ചുമോനെ. അത് ഞാൻ നിന്നോട് ഇങ്ങനെ ആ, ഉദാഹരണത്തിന് പഴം, 2 പഴം. ഇത് മുത്തശ്ശ, നിങ്ങളൊരു ഉദാഹരണം നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ. ഈ ചെക്കൻ്റെ ഒരു കാര്യം വെച്ചാ എടാ, പറ്റും കുട്ടാ, പറ്റും. പക്ഷേ ഇനി മുത്തച്ഛന്ന് വിളിച്ചാൽ ഈ മുത്തച്ഛന് വരാനായി നാവില്ല. താനും കിട്ടെങ്കിലും പോ. കൊച്ചമോനെ, സോറി മുത്തച്ഛ, പെട്ടെന്നല്ല സന്തോഷത്തില് മുത്തച്ഛനെ ഒരിക്കലും മറക്കൂല. മതി മതി, നിന്റെ ആഗ്രഹമായി പോയില്ലേ, നടക്കട്ടെ. പിന്നൊരു കാര്യം, മുത്തശ്ശിയോട് അത്തിത്തറയിൽ വിളക്ക് വെക്കാൻ പറയണം. ഏത് മുത്തശ്ശി? ഒരുപാട് പേരുണ്ടല്ലോ നാട്ടിൽ ചെറുക്കൻ. എടാ, നിന്റെ മുത്തശ്ശിയോട്. അതൊക്കെ പറയാന്നേ. എന്റെ മുത്തശ്ശ നിങ്ങൾ ചെല്ല്, എന്നിട്ട് എന്റെ ആളെങ്ങ് വിട്. ആള് വരും. പറഞ്ഞാ പോരാ, എന്റെ ആളെയും കഴിച്ചു വിട്. കുട്ടാ, പോയോ മുത്തശ്ശ? നിർമ്മല, എടാ നിർമ്മല, നിർമ്മല എണീക്കടാ. നിർമ്മല, ലീലാകൃഷ്ണ, നീ അയ്യോ മുത്തശ്ശ, ഇനി അലരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അയ്യോ മുത്തശ്ശ, എൻ മോഹമുദിച്ചല്ലോ